ഈ അപകടത്തിൽ കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഗതാഗത കമ്മീഷൻ അന്വേഷണം തുടങ്ങിയെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറയുന്നു. 5 ദിവസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടോ എന്നും പരിശോധിക്കുമെന്ന് CP ജോൺ വ്യക്തമാക്കി. ഈ അടുത്ത കാലത്തായി തീരുമാനിച്ചൊരു കാര്യം, കൊട്ടാരക്കര ആക്സിഡന്റിന് ശേഷം തീരുമാനിച്ച കാര്യം, ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി ഇപ്പോൾ നടക്കുകയാണ്. സാധാരണ ഇതൊക്കെ MICT ആയിട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് പോലീസിൻ്റെ എൻക്വയറിക്ക് പുറമെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി ഇപ്പോൾ നടത്താൻ പോവുകയാണ്. അത് 5 ദിവസത്തിനകത്ത് ആ എൻക്വയറിയുടെ റിപ്പോർട്ട് വരും. അപ്പോൾ അതിൽ ഓവർ സ്പീഡ് ഉണ്ടായിരുന്നോ എന്നാണ്. അവിടുത്തെ റോഡിന് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡാണ്. നിങ്ങൾക്കറിയാം, കുറ്റിപ്പുറത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദേശീയ പാതയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അർജുൻ കല്യാടാണ് ചെയ്തത്. അർജുൻ, ഈ ഇന്നത്തെ അപകടത്തിന് കാരണം എന്താണ് എന്നത് കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ അവിടെ അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ വന്ന VS ജോയ് MLA-യും ഇതിലത്തെ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ പരാതിപ്പെടുന്നുണ്ട്. പലതവണ ഇത് അറിയിച്ചതാണ് എന്നുകൂടി പറയുന്നു. എന്താണ് ഇപ്പോൾ ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ? വിനീത, തീർച്ചയായിട്ടും അപകടത്തിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു അന്വേഷണം നടത്തുന്നത് എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണോ അല്ലെങ്കിൽ ഈ ബസിന്റെ അപകടം അല്ലെങ്കിൽ വേഗതയാണോ അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കുന്നത്. അശാസ്ത്രീയത ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ വളരെ വിശദമായ രീതിയിൽ അന്വേഷണം നടത്തും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷനോട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 5 ദിവസത്തിനകം ഈ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യം കൂടി മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി CP ജോൺ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്താണ് കാരണം എന്നുള്ളത് വളരെ വിശദമായ രീതിയിൽ തന്നെ പരിശോധിക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ അവിടെ ഈ തരത്തിലുള്ള മുൻപുണ്ടായിരുന്ന പരാതികളെല്ലാം തന്നെ വളരെയധികം വിശദമായ രീതിയിലുള്ള ഒരു പരിശോധന ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അപകടത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷിക്കാൻ വേണ്ടി മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനീത, ശരി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.